الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي وعلى أمة محمد صلى الله عليه وسلم മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ ദിവസം അള്ളാഹുവിന്റെ ശറഫാക്കപ്പെട്ട ഈ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയത് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട് ഈ ആയുസ്സിനിടയിൽ നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ അപരാധങ്ങളും ഖാലിഖായ മാലിക്കായ ഗഫാറായ പടച്ച റബ്ബ് സാധുക്കളായ നമുക്ക് വിട്ടു പുറത്തു മാപ്പാക്കി തരട്ടെ. ഇനിയുള്ള നമ്മുടെ ആയുസ്സുകാലം ചെറുതും വലുതുമായ സകല ഹറാമുകൾ നമുക്ക് അല്ലാഹു പരിപൂർണമായ സലാമത്ത് നൽകുകയും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലായി ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാനും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മളോട് ബന്ധപ്പെട്ട പലരും രോഗികളാണ്. നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിര ജമാഅത്തിന് വരുന്ന ആളുകളിൽ പലരും രോഗികളാണ്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ ഷാഫിയായ കാഫിയായ പടച്ച റബ്ബ് പരിപൂർണമായും ശിഫ നൽകുകയും അവർക്കും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, സോഷ്യൽ മീഡിയ വളരെ അധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഹക്കിനും ബാത്തിലിനും, നീതിക്കും അനീതിക്കും, ധർമ്മത്തിനും അധർമ്മത്തിനും ഒരു പരിഗണനയും വിലയും കൽപ്പിക്കപ്പെടാതെ തന്നിഷ്ടപ്രകാരം അല്ലെങ്കിൽ തോന്നിയ പോലെ എന്തും വിളമ്പാനുള്ള ഒരു പാത്രമായി സോഷ്യൽ മീഡിയയെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന, വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്രത്തോളം എന്നാൽ ഇന്നലെ പാലക്കാട് ജില്ലയിലെ നാട്ടുകൽ മഖാം റോസുമായി ബന്ധപ്പെട്ട വേദിയിലാണ് ഞാൻ പ്രഭാഷണം നടത്തിയിരുന്നത്. അവിടെ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം മയ്യത്ത് നിസ്കാരത്തിനുള്ള പേരുകൾ വായിച്ചു. 8 മയ്യത്ത് നിസ്കാരത്തിനുള്ള പേരുകൾ വായിച്ചു. മയ്യത്ത് നിസ്കരിച്ചു, അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ആ പള്ളിയിലുള്ള പതിവനുസരിച്ച് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ ആ മയ്യത്ത് നിസ്കരിച്ച മയ്യത്തുകൾക്ക് വേണ്ടി 100 തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്യുന്ന പതിവുണ്ട്. അതും കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് എത്തിയപ്പോൾ ഒരു സഹോദരൻ കയറി വന്നിട്ട് ചോദിച്ചതിന് ഉസ്താദേ, മയ്യത്ത് നിസ്കാരത്തിൽ ഫാറൂഖ് PP എന്ന ഒരു പേര് പറഞ്ഞിട്ട്, മഹല്ലത്തിന്റെ പേര് പറഞ്ഞിട്ട്, ഇയാളെ മയ്യത്ത് നിസ്കാരത്തിൽ നിങ്ങൾക്ക് എവിടുന്ന ലിസ്റ്റ് കിട്ടിയത്? അപ്പൊ പറഞ്ഞു, ഒരു സുഹൃത്ത് എനിക്ക് ഗ്രൂപ്പിൽ അയച്ചു തന്നതാണ്, വാട്സപ്പിൽ അയച്ചു തന്നതാണ്. അപ്പൊ പറഞ്ഞു, ആ ഫാറൂഖ് PP ഞാനാണ്. മയ്യത്ത് നിസ്കരിച്ച ഫാറൂഖ് PP ഞാനാണ്. അഥവാ
അത്രപോലും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിശ്വാസ്യത തീരെയില്ലാത്ത വിധം കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ചെയ്തു തന്ന ഒരു വിഭാഗമാണ് നമ്മൾ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെ പോലോത്ത ഒരു വിഭാഗത്തെ ഇത്ര സൗകര്യങ്ങൾ പടച്ച തമ്പുരാൻ ചെയ്തു തന്ന ഒരു വിഭാഗത്തെ അല്ലാഹു ഇതിനു മുമ്പ് പടച്ചിട്ടേ ഇല്ല. ആദ് ഗോത്രക്കാരായാലും സമൂദ് ഗോത്രക്കാരായാലും ബനൂ ഇസ്രായേലരായാലും അഹ്ലു സബതായാലും ഇതുപോലെ പടച്ച റബ്ബ് സൗകര്യം ചെയ്തു തന്ന ഒരു വിഭാഗത്തെ അല്ലാഹു പടച്ചിട്ടില്ല. പക്ഷേ എന്തേ സംഭവിച്ചതെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നഅലില് 111-ാമത്തെ ആയത്തിൽ 112-ാമത്തെ ആയത്തിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. وضرب الله مثلا قرية كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. കലാമായ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു ഗ്രാമക്കാരെ അല്ലാഹു ഉദാഹരണമായി നമുക്ക് പറഞ്ഞു തരികയാണ്. ഒരു നാട്ടുകാരെ, ഒരു ഗ്രാമക്കാരെ, ഒരു രാജ്യക്കാരെ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ അല്ലാഹു ഉദാഹരണം പറഞ്ഞു തരികയാണ്. കാനത്ത് ആമിനതൻ, അവർ വളരെ നിർഭയത്വത്തോടെ ജീവിക്കുന്ന ആളുകളായിരുന്നു. ഒരു പേടിയും അവർക്കില്ല, ഒരു ടെൻഷനും ഇല്ല, ഒരു ബേജാറുമില്ല. വളരെ നിർഭയത്വത്തോടെ ജീവിക്കുന്ന ആളുകളായിരുന്നു. മുത്മഇന്നതൻ, ഒരു അശാന്തിയോ ഒരു പ്രശ്നങ്ങളോ ഒരു ബുദ്ധിമുട്ടുകളോ ഇല്ല. സന്തോഷത്തോടെയുള്ള ജീവിതം. മുത്മഇന്നതൻ, അവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, യാതൊരുവിധ ടെൻഷനുകളും അവർക്കുണ്ടായിരുന്നില്ല. വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നവരായിരുന്നു. മാത്രമല്ല അവർക്ക് ആവശ്യമായ എല്ലാം പടച്ച തമ്പുരാൻ വിവിധങ്ങളായ രൂപത്തിൽ അവർക്ക് നൽകുകയും ചെയ്തിരുന്നു. സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് ലഭിച്ചിരുന്നു. മനോഹരമായ താമസ സ്ഥലം അവർക്കുണ്ടായിരുന്നു. രോഗമില്ലാത്ത ആരോഗ്യകരമായ ജീവിതമായിരുന്നു. ഒരു തരത്തിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ അവർക്ക് അല്ലാഹു നൽകിയിട്ടില്ല. എല്ലാം നിലക്കും പടച്ച തമ്പുരാൻ അവന്റെ അനുഗ്രഹങ്ങൾ ഓശാരമായി ചൊരിഞ്ഞു കൊടുത്തൊരു നാട്ടുകാർ. പക്ഷേ എന്തേ സംഭവിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്ക് നന്ദി ചെയ്യേണ്ടതിന് പകരം അവർ നന്ദികേട് കാണിക്കാൻ തുടങ്ങി. ഫകഫറത് ബിഅൻഉമില്ലാഹ്, അവർ അല്ലാഹു നൽകിയ നിഅമത്തുകൾക്ക് നന്ദികേട് കാണിച്ചു തുടങ്ങി. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ അവർ ലംഘിക്കാൻ തുടങ്ങി. പല ഹറാമും അവർ ഹലാലായെന്ന് ഭാവിച്ചു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, പടച്ച തമ്പുരാൻ അദാബ് അവർക്ക് ഇറങ്ങുകയാണ്. ഫഅദാഖഹുല്ലാഹു, അവരെ അല്ലാഹു രുചിപ്പിച്ചു തുടങ്ങി. ലിബാസൽ ജൂഇ, പട്ടിണി അവരിലേക്ക് ഇറങ്ങിത്തുടങ്ങി, വിശപ്പിറങ്ങി തുടങ്ങി, ദാരിദ്ര്യം അധികരിച്ചു തുടങ്ങി. അവർക്കുള്ളതിലൊന്നും ബറക്കത്തില്ലാതെയായി തുടങ്ങി. അവരിൽ നിന്ന് അല്ലാഹു മനസ്സമാധാനത്തെ ഇല്ലാതെയാക്കി.
കഴിക്കാൻ ഭക്ഷണവും ഇല്ല, മനസ്സിന് സ്വസ്ഥതയുമില്ല. ഇതിനേക്കാൾ വലിയ അതാപ് വേറെ കിട്ടാനില്ല. മനസ്സിന് സ്വസ്ഥത ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അതാപ്. എല്ലാണ്ട് കൊട്ടാര സമാനമായ വീടുണ്ട്, സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, ലക്ഷറി വാഹനമുണ്ട്, എല്ലാം ഉണ്ട്. മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പൊ അള്ളാന്റെ ഏറ്റവും വലിയ അതാപ് എന്ന് പറഞ്ഞാല് ഭൂമി തലകുത്തിനെ മറിക്കുക എന്നുള്ളതൊന്നും അല്ല. അല്ലാഹു തആല അവരെ വിശപ്പിന്റെ വസ്ത്രം അല്ലാഹു ധരിപ്പിച്ചു. വൽ ഖൗഫി, ഭയത്തിന്റെ മനസ്സമാധാനക്കേടിന്റെ വസ്ത്രം ധരിപ്പിച്ചു. ഇവിടെ അള്ളാഹ്ക്ക് വേണമെങ്കിലേ അവർക്ക് ദാരിദ്ര്യം കൊടുത്തു, പേടിയും ബേജാറും കൊടുത്തു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനല്ല പറഞ്ഞത്. ലിബാസൽ ജൂഇ വൽ ഖൗഫ്, പേടിയുടെയും ബേജാറിന്റെയും ദാരിദ്ര്യത്തിന്റെയും വിശപ്പിന്റെയും വസ്ത്രം അവരെ ധരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. എന്റെ അങ്ങനെ തന്നെ അവിടെ ലിബാസ് എന്ന് പറയാനുള്ള കാരണം എന്നറിയോ? നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മൾ ചുറ്റപ്പെട്ടതാണ്. ഒരു ഭാഗത്തുനിന്ന് മാത്രം വസ്ത്രം ധരിക്കൂല, അല്ലെ? ഒരാൾ മുന്നിൽ മാത്രം വസ്ത്രം ധരിച്ചിട്ട് പിന്നെ ഓപ്പണാക്കിയിടൂല, പിന്നില് മാത്രം ധരിച്ചിട്ട് മുന്നേ ഓപ്പണാക്കിയിടൂല. നമ്മൾ ധരിക്കുന്ന വസ്ത്രം അത് നമ്മളെങ്ങനെ ചുറ്റി നിൽക്കുന്നതാണ്, ആണല്ലോ അല്ലെ? ഷർട്ടായാലും കമീസായാലും പാന്റായാലും തുണിയായാലും അതൊക്കെ നമ്മളെ ചുറ്റി നിൽക്കുന്നതാണ്. അഥവാ എല്ലാ ഭാഗത്തു നിന്നും അവനിക്ക് അല്ലാഹു സ്വസ്ഥതക്കേട്, മനസ്സമാധാനക്കേട്, പ്രശ്നങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് അല്ലാഹു അവനിക്ക് ഇറക്കി കൊടുക്കും. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, ഇതൊക്കെ വരുമ്പോ മനുഷ്യന്മാര് പറയുന്നറിയോ? റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ എന്തിനാ